പോകുന്നത് കന്യാകുമാരിയിലെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 7:45 മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ഫീസ് ആണെങ്കിൽ 300 രൂപയും അല്ലെങ്കിൽ 100 രൂപയ്ക്കും നമുക്ക് അക്കരെ എത്താൻ പറ്റും. അക്കരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 30 രൂപ മാത്രം കൊടുത്താൽ മതി. നമ്മൾ ബോട്ട് സർവീസ് വഴിയാണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത്. അധിക ദൂരമൊന്നുമില്ല, വെറും ഒരു 5 മിനിറ്റത്തെ ബോട്ട് യാത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ അതൊരു 1.5 യാത്ര കേട്ടോ. കടലിൽ കൂടെ ആയതുകൊണ്ട് തന്നെ അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ലെന്നറിയാം, നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടല്ലേ ഗ്ലാസ് ബ്രിഡ്ജുകൾ. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പാലം തന്നെ ആയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 155 അടി ഉയരമുള്ള തിരുവള്ളുവരുടെ പ്രതിമയും അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദ റോക്കിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പാലം നിർമ്മിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇവിടത്തേക്കുള്ള ടോട്ടൽ 130 രൂപ കൊടുത്തുള്ള ആ ഒരു ടിക്കറ്റ് ഫീസ് നല്ല വേർത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്കിവിടെ ചുറ്റി കാണാനാണെങ്കിൽ ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം വേണം. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് പോകാനുള്ള ബോട്ടുകളൊക്കെ അവിടെ നിരനിരയായി വന്നുകൊണ്ടിരിക്കും. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അപ്പം എന്തായാലും പോവാത്തവരെന്തായാലും പോവാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്. ഇഷ്ടപ്പെട്ട ഉറപ്പായി ലൈക്ക് ചെയ്യണേ.